അപ്പോഴേ ഇത് കണ്ടോ, ഈ യൂഫോർബിയ പൂക്കൾ കാണുമ്പം ഞാൻ ഓർക്കുമായിരുന്നു, എല്ലാവരും വെട്ടി ദൂരെ എറിഞ്ഞാണ് ഇത് നെഗറ്റീവ് എനർജിയാണെന്നും പറഞ്ഞ്. അതുപോലെ തന്നെ ആന്തൂറിയൊക്കെ ഓരോരുത്തർക്കും ഓരോ കഷ്ടകാലം വരുന്നതേ അല്ലേ. അപ്പോഴേ ഞാൻ എൻ്റെ പാവലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, അത് പാവയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ കുത്തിയിടുക. എന്താ ചെയ്യുന്നത്, ഈർക്കിലൊന്നും കിട്ടാത്തില്ലാത്തതുകൊണ്ടേ ടൂത്ത് പിക്ക് എടുത്തു കേട്ടോ. പാവയ്ക്ക ഈച്ച കുത്താതെ വെക്കാൻ വേണ്ടിയുള്ളതാണ് പത്രാസ് ടൂത്ത് പിക്ക്. ഓക്കെ, പിൻ ചെയ്തിടാം. ഓക്കെ, അത് എൻ്റെ 3-4 പാവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് പേപ്പർ കൊണ്ട് ഒന്ന് പൊതിഞ്ഞ് കെട്ടി സംരക്ഷിച്ചിട്ട് കേട്ടോ. എൻ്റെക്ക് 2-3 ഞാൻ പറിച്ചു കേട്ടോ, ഒക്കെ തോരനൊക്കെ വെച്ചു. പക്ഷേ പാവയ്ക്ക ഉണ്ടാവുന്നുണ്ടേ. ഇനിയിപ്പം ഉണ്ടാകുമായിരിക്കും, കാരണം ഇപ്പം മഴയൊന്നുമില്ല, 5-6 ദിവസമായിട്ട് മഴയൊന്നുമില്ല. അതുകൊണ്ട് ഇനി കൂടുതൽ പാവയ്ക്ക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എൻ്റെ 3 ചട്ടിയിലെ പാവൽ അങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു, മുന്തിരി വള്ളിയോടൊപ്പം. അത് കണ്ടോ, എൻ്റെ പാവയ്ക്ക കാണണോ, നോക്കാം. കണ്ടോ, സുന്ദരക്കുട്ടൻ പാവയ്ക്ക കണ്ടോ, നല്ല എന്താ അതിനെ കണ്ടാൽ പറിച്ചെടുക്കാൻ തോന്നത്തില്ല, അതുപോലെ സൗന്ദര്യമാണ് പാവയ്ക്കയ്ക്ക്. അതുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങ് പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ മുന്തിരി ഒരെണ്ണം ആയിട്ടിങ്ങനെ നിൽക്കുന്ന അതിനെ ഒന്ന് പറിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കി. എന്തായെന്ന് അറിയണ്ടേ. മരുന്നൊന്നും അടിച്ചതല്ല കേട്ടോ, വെറുതെ ഒരു രസത്തിന് ഒരെണ്ണമായിട്ട് കിടന്നു, അത് ഞാനിങ്ങ് പറിച്ചു കേട്ടോ. ടേസ്റ്റ് എന്താണെന്നറിയാമല്ലോ, പുളിയാണോ എന്താന്ന്. നല്ല പുളിയായിരുന്നു കേട്ടോ, നല്ല പുളി. എൻ്റെ ക്ലാസ്മേറ്റ് തോമസുട്ടി പറഞ്ഞ പോലെ മുന്തിരിങ്ങ പുളിക്കും. ഇത്രയും വലുപ്പമൊക്കെ ആയി കേട്ടോ. എനിക്കൊന്നൊരു 60% പാകം ആയെന്ന് തോന്നുന്നു വിളവ്. എന്തായാലും നിൽക്കട്ടെ, അങ്ങനെ 5-8 ഒക്കെ ഉണ്ട്. ഏതായാലും കുറേശ്ശെയൊക്കെ ആണെങ്കിൽ 10-12 വെച്ചേ ഉള്ളതെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ സ്വന്തം മുന്തിരിയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മുന്തിരിയിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടാകുന്ന കാണുന്നതും അതിൽ നിന്ന് പറിച്ച് ടേസ്റ്റ് ചെയ്യുന്ന. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെ കോവലയിൽ 5 കോവയ്ക്കൊക്കെ കിടക്കണം. എന്നാൽ പിന്നെ അതുവരെ അങ്ങ് പറിച്ചേക്കാം, അതെടുത്ത് കഴിഞ്ഞാൽ ഒരു കറിക്കൊക്കെ ആയല്ലോ. അങ്ങനെ എൻ്റെ വെജിറ്റബിൾ ഗാർഡൻസിൽ നിന്ന് ഞാൻ പച്ചക്കറിയും പഴവും എല്ലാം പറിച്ച് തിന്നുവാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ വീഡിയോ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.